ഒരു എന്തായാലും തൂക്കി കൊടുക്കും, നമ്മളോട് തൂക്കി കൊടുക്കും. തൂക്കി കൊടുക്കും, ഹരിയാന കുട്ടിയും തൂക്കി കൊടുക്കും, ആന്ധ്ര കുട്ടിയും തൂക്കി എല്ലാം തൂക്കി കൊടുക്കും. രണ്ടും. മത്സരം ഇന്ന് മൊത്തം എത്ര കുട്ടികളുണ്ടായിരുന്നേട്ടാ? ഇന്ന് 510 കുട്ടികളുണ്ടായിരുന്നല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ കച്ചവടം? എങ്ങനെയുണ്ട് ഇന്നത്തെ കച്ചവടം? കുഴപ്പമില്ല. തൂക്കിയും കൊടുത്ത് മതിപ്പിനും കൊടുത്തു. തൂക്കിയും കൊടുക്കും ഇവിടെ? സാധാരണ നമ്മൾ ചന്തയിലും തൂക്കി കൊടുക്കാതാണല്ലോ. ഒരു എന്തായാലും തൂക്കി കൊടുക്കും, നമ്മളോട് തൂക്കി കൊടുക്കും. അപ്പൊ തൂക്കി കൊടുക്കുന്ന ഏത് കുട്ടികളെ ചേട്ടാ? തൂക്കി കൊടുക്കും, ഹരിയാന കുട്ടിയും തൂക്കി കൊടുക്കും, ആന്ധ്ര കുട്ടിയും തൂക്കി എല്ലാം തൂക്കി കൊടുക്കും. രണ്ടും. അപ്പം വില പേശിയും വാങ്ങിക്കാം, തൂക്കിയും വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ട വിലക്ക് കൊടുക്കും. ഇഷ്ടപ്പെട്ട അപ്പൊ നിങ്ങൾക്ക് വില പേശി ഒത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് തൂക്കി കൊണ്ടുപോകാം. അപ്പൊ പിന്നെ ആർക്കും ഒരു പരാതി ഒന്നും ഇല്ലല്ലേ? അതാ വെയിറ്റ് മെഷീൻ കാണിക്കുന്ന വെയിറ്റിന്റെ പൈസ കൊടുത്തേച്ചോ അല്ലേ? അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ചന്തയിൽ നമ്മള് വില പേശിയും വാങ്ങിക്കാം, തൂക്കിയും കൊടുക്കാം അല്ലേ? ഇതൊക്കെ നമുക്ക് ചെറിയ പോത്തുള്ളൂ. ഇതൊക്കെ എത്ര 180 കിലോ കാണട്ടെ? ഇതൊക്കെ 80-100 കിലോ അത്രേ ഉള്ളൂ അല്ലേ? 100 കിലോ ഇതൊക്കെ വരും. ഓക്കെ. പിന്നെ വലിയ പോത്തുകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്? വലിയ പാത്തോട്ടി 10-30 പാത്തോട്ടി ഉണ്ട്. അതൊക്കെ എന്നാ തൂക്കം ഉണ്ടായിരുന്നേട്ടാ? അത് മതിപ്പിനാണ് കൊടുത്തത്. മതിപ്പിനാണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയ പോത്തുകളും വലിയ പോത്തുകളും എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ ഞായറാഴ്ച ഒരു 3-4 ലോഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് പോത്തിനെ കൊണ്ടുവരാൻ പ്രയാസം ഉണ്ടോ അവിടെ നിന്നൊക്കെ? അവിടെ നിന്ന് ഇത്തിരി പാട് തന്നെ. പിന്നെ ഒരു പരുവത്തിനെ കൊണ്ടുവരാം. അത്യാവശ്യം നല്ല റോഡിൽ തന്നെ പൈസ കൈക്കൂലി എല്ലാവരും പൈസ കൊടുത്തേ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമുക്ക് പെരുന്നാൾ മുമ്പൊക്കെയാണ് നല്ല വില കുറവായിരുന്നു. ഇപ്പൊ നല്ലവർക്ക് വില കയറി നിൽക്കും അല്ലേ? കന്നാലിപ്പത്തി വില കൂടുതലാണ്. ആണല്ലേ? ഇപ്പൊ നമ്മുടെ ഫാമിലായാലും ഇവിടെ ആയാലും എല്ലായിടത്തും വില കൂടുതൽ. എല്ലായിടത്തും മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ വില കൂടുതലാണ്. കന്നാലി വില കൂടുതൽ. അപ്പൊ ഇനിയിപ്പോ വില കുറയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന മണ്ടത്തരാണോ? വില കുറവെന്ന് വേണം നോക്കിയിരിക്കണ മണ്ടത്തരം. കയ്യിരിക്കണ പൈസ അങ്ങ് തീർന്നു പോകും. ഇപ്പൊ ഉള്ള പൈസക്ക് ഇപ്പൊ പൈസക്ക് മാട് വാങ്ങിക്കാം. ഉള്ള പൈസക്ക് ഉള്ള പോത്തിനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അടുത്ത 15 രൂപ മുതൽ മേളിലോട്ട് 15 രൂപ അല്ലേ? ആവറേജ്. പിന്നെ വല്ലപ്പോഴും 10-12 വരും. അത് ഇടയ്ക്ക് മറിക്കുക കന്നാലി വരും. ഓക്കെ. നമ്മൾ പറയാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു ചന്ത അവിടെ നമുക്ക് കിട്ടുന്ന പോലെ ഇരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മുടെ ചന്തയിൽ നമുക്ക് തൂക്കി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ വന്നിട്ട് വില പേശി വില കൊണ്ട് ഒത്തില്ലെന്നുണ്ടെങ്കിൽ തൂക്കി കൊണ്ടുപോകാം. നമ്മുടെ അടുത്ത വെയ്ബ്രിഡ്ജിൽ തന്നെ തൂക്കല്ലേ? അവിടെ അടുത്തുണ്ട്. നമുക്ക് വണ്ടി സൗകര്യം എല്ലായിടത്തും ഉണ്ടല്ലോ? വണ്ടി സൗകര്യം ഉണ്ട്. ആവശ്യമുള്ള വണ്ടി കിടപ്പുണ്ടല്ലേ? അപ്പൊ കേരളത്തില് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പൊതുവെ വണ്ടികളുണ്ടോ? ഇനിയിപ്പോ അടുത്ത ആഴ്ച ലോഡ് വരത്തില്ലല്ലേ? അടുത്ത ആഴ്ച 2 ലോഡ് കന്നാലി വരും. 2 ലോഡ് വരുന്നുണ്ടല്ലേ? അത് വളർത്താനുള്ളതുകൊണ്ട് ഇറച്ചിക്കുള്ളതുണ്ടല്ലേ? കശാപ്പ് കന്നാലിയുണ്ട്, വളർത്ത് കന്നാലിയുണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഹൈബ്രിഡ് കുട്ടികളെല്ലാം. ഓക്കെ. ഹരിയാന കന്നുണ്ട്, കാലിപ്പൊക്കം, കൊമ്പടക്കം ഉള്ള കന്ന്. ഈ കിടക്കുന്നെല്ലാം അങ്ങനെ കൊടുക്കും അല്ലേ? പക്ഷേ ഇതെല്ലാം തൂക്കി കൊടുക്കുന്നതാണ്. ഇതെല്ലാം തൂക്കി കൊടുക്കും. 2 കന്നാലും ഇത് എല്ലാം തൂക്കി കൊടുക്കും. ഇതങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ടേക്കണ കന്നാലികളാണ്. അടുത്ത ആഴ്ച 2 ലോഡ് കന്നാലി വരുന്നുണ്ട്. ഇതുപോലുള്ള കുട്ടികൾ അടുത്ത ആഴ്ച കാണും കേട്ടോ. പിന്നെന്ത് ഹരിയാന കന്നാലി അടുത്ത ആഴ്ച വരും. ഹൈബ്രിഡ് കുട്ടി എല്ലാ ആഴ്ചയും ഉണ്ടല്ലേ?